ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ലയൻ്റെ ഒരു ഹെഡ് വെച്ചിട്ട് റാറ്റിൽ വെച്ചിട്ടുള്ള എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് റൗണ്ടായിട്ട് നമുക്ക് ഈ ഒരു ഹെഡ് എങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം. നമ്മൾ യെല്ലോ, ഒരു ക്രീം കളർ, ഓഫ് വൈറ്റ്, അതുപോലെ ഈ ഡാർക്ക് ബ്രൗൺ, ഈ 3 കളേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഐസ് വെക്കുന്നത് നമ്മൾ സ്ലീപ്പിംഗ് ഐ ആണ് വെക്കുന്നത്. പിന്നെ അതിൻ്റെ ചെവി ഒക്കെ അത്ര ഭാഗമാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് 2.5 mm ഹുക്ക് സെറ്റ് 4 പ്ലേ ആൺസും ആണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ലൈൻ റേറ്റിൽ ചെയ്യാനായിട്ട് ഞാനിവിടെ 4 പ്ലേയുടെ ബേബി സോഫ്റ്റ് കോട്ടൺ യാണാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ മാജിക് നീഡിൽസിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള യാണാണ്. അതുപോലെ 4 പ്ലേ ആയതുകൊണ്ട് 2.5 mm ഹുക്ക് സെറ്റ്, പിന്നെ നമുക്ക് സ്റ്റിച്ച് മാർക്കേഴ്സ്, പിന്നെ ഈ ഒരു റൗണ്ട് വുഡൻ്റെ റൗണ്ട് റിങ്ങും, പിന്നെ ഞാനിതിൽ ഇടാൻ ഒരു ഇങ്ങനത്തെ ഒരു സാധനമാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ സൗണ്ടേ ഉണ്ടാവുള്ളൂ. അതോ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഫൈബർ ഫിൽസ്, അത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഫസ്റ്റ് നമുക്കൊരു മാജിക് സർക്കിൾ ചെയ്യാം. മാജിക് സർക്കിൾ ചെയ്യാനായിട്ട് കുറച്ച് ടൈലൻഡ് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ക്രോസിൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ എടുക്കുക. ഈ ഒരു ഭാഗം ഇങ്ങനെ ഒഴിച്ചിട്ട് നമുക്ക് ഇങ്ങനെ പിടിക്കുക. ഈ ഒരു യാണ് നമുക്കിങ്ങനെ പിടിച്ചിട്ട് ചെയിൻ 1 ചെയ്യാം. എന്നിട്ട് ഈ സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഞാനോട് ചെയ്യുക ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ 2 ലൂപ്പ് കിട്ടും. ഞാനോട് ചെയ്യുക 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ കിട്ടും. വീണ്ടും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാനോൾ ചെയ്യുക ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ 2 ലൂപ്പ് കിട്ടും. യാനോൾ ചെയ്യുക ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ രണ്ടാമത്തെ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചായി. വീണ്ടും സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാനോൾ ചെയ്യുക ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. യാനോൾ ചെയ്യുക ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചായി. വീണ്ടും 4, 5, 6 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് നമ്മൾ ഈ ഒരു റിങ്ങിൽ ചെയ്തു. അതിന് ശേഷം നമുക്കിതൊന്ന് വലിച്ചിട്ട് ഇങ്ങനെ ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വലിക്കുമ്പോൾ നമ്മൾ സർക്കിള് പോയി കിട്ടും. കണ്ടോ? ഇത് നമ്മൾ ഫസ്റ്റ് ചെയ്ത ഒരു സിംഗിൾ ക്രോഷ്യ പോലെ കാണുന്നത്, ഒരു ചെയിൻ സ്റ്റിച്ച് പോലെ ഇങ്ങനെ കാണുമല്ലോ. ഈ ഒരു ചെയിൻ സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ യാണോ ചെയ്യുക ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. അപ്പോൾ നമുക്ക് ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. ഞാനോട് ചെയ്യുക ഈ 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. ഇത് നമ്മൾ സെക്കൻഡ് റൗണ്ടാണ്. അപ്പോൾ ഈ സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ ഇവിടെ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ ആ സെൻറ്ററിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 6 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. പിന്നെ നമ്മൾ ആ ഒരു ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചിൻ്റെ അവിടെ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇത് നമ്മൾ ഈ സെക്കൻഡ് റൗണ്ടിൽ ചെയ്യുന്നത് എല്ലാ ചെയിനിലും 2 അങ്ങനെ 6 ചെയിനിലും 2 സ്റ്റിച്ചസ് വീതം ചെയ്ത് അതിനെ നമ്മൾ 12 ആയിട്ട് ഇൻക്രീസിങ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ഓൾറെഡി 1 ചെയ്തു, സ്റ്റിച്ച് മാർക്കർ വെച്ചു. സെയിം തന്നെ നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്യാം. സെയിം സ്റ്റിച്ചിൽ തന്നെ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചായി. കണ്ടോ? ഇവിടെ ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് പോലെ കാണുന്നതാണ്. അപ്പോൾ 2 സ്റ്റിച്ചായി. ഇനി തൊട്ടടുത്ത ചെയിനിൽ, സെക്കൻഡ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. സെയിം തന്നെ ഒന്നും കൂടി ചെയ്യുക. അങ്ങനെ 2 എണ്ണം നമ്മൾ സെക്കൻഡ് സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. തേർഡ് സ്റ്റിച്ചിലും നമുക്ക് 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 3 സ്റ്റിച്ചിൽ നമ്മൾ 2 വീതം ചെയ്തപ്പോൾ 6 ആയിട്ട് ഇൻക്രീസിങ് ചെയ്തു. ഇനി നമ്മൾ 4ാമത്തെ സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 5ാമത്തെ സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക.
ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ചാണ്, നമ്മൾ ആറാമത്തെ സ്റ്റിച്ചിലും നമ്മൾ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എപ്പോഴും നമ്മൾ ഓരോ റൗണ്ട് കഴിയുമ്പോഴും നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കണം. ഇങ്ങനെ ചെയിന് പോലെ കാണുന്നുണ്ടല്ലോ, ഈ ഒരു ചെയിനാണ് നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് 1 2 3 4 5 6 7 8 9 10 11 12. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആകുമ്പോൾ 12 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ തേർഡ് റൗണ്ടാണ് ചെയ്യുന്നത്. തേർഡ് റൗണ്ടിൽ നമ്മൾ 1 2 1 2 എന്നുള്ള പാറ്റേൺ ആണ്, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് 2 തന്നെ ചെയ്യാം. ഇനി നമ്മൾ ഈ സ്റ്റിച്ച് മാർക്ക് റിമൂവ് ചെയ്യുക. തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. തേർഡ് റൗണ്ട് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമുക്ക് അതിലൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇവിടെയാണ് നമ്മൾ തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് സെയിം തന്നെ ഒരു സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഒന്ന് തന്നെ 2 എണ്ണം ചെയ്തു. ഇനി സെക്കൻഡ് സ്റ്റിച്ചിൽ നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം ഇവിടെ 2 ചെയ്തു, സെക്കൻഡിൽ 1 ചെയ്തു. ഇനി അടുത്തതിൽ നമുക്ക് 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത സ്റ്റിച്ചിൽ 1 സെയിം തന്നെ ഒന്നും കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 ആയി. അപ്പം സ്റ്റാർട്ടിങ്ങിൽ 2 ചെയ്തു, പിന്നെ രണ്ടാമത്തേൽ 1 ചെയ്തു, പിന്നെ മൂന്നാമത്തേൽ 2 ചെയ്തു. ഇനി നാലാമത്തെ സ്റ്റിച്ചിൽ 1 ചെയ്യുക, അഞ്ചാമത്തെ സ്റ്റിച്ചിൽ 2 ചെയ്യുക. 2 എന്ന് പറയുമ്പോൾ ഒരു സ്റ്റിച്ചിൽ തന്നെ 2 എണ്ണം ചെയ്യുക. ആറാമത്തെ സ്റ്റിച്ചിൽ 1 ചെയ്യുക. ഏഴാമത്തെ സ്റ്റിച്ചിൽ ഒന്ന് തന്നെ 2 എണ്ണം ചെയ്യുക. ഇനി എട്ടാമത്തെ സ്റ്റിച്ചിൽ 1 ചെയ്യുക. ഒമ്പതാമത്തെ സ്റ്റിച്ചിൽ ഒന്ന് തന്നെ 2 ചെയ്യുക. പത്താമത്തെ സ്റ്റിച്ചിൽ 1 ചെയ്യുക. 11ാമത്തെ സ്റ്റിച്ചിൽ ഒന്ന് തന്നെ 2 എണ്ണം ചെയ്യുക. ഇനി 12ാമത്തെ സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ റൗണ്ടിലെ തേർഡ് റൗണ്ടിലെ ലാസ്റ്റ് സ്റ്റിച്ചിലും നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച്. അപ്പോൾ 2 സ്റ്റാർട്ടിങ്ങിൽ 2 1 2 1 2 1 ആണ്. നമ്മൾ ഈ റൗണ്ട് മുഴുവൻ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ കൗണ്ട് ചെയ്താൽ 18 സ്റ്റിച്ചസ് കിട്ടണം. അപ്പോൾ ഓരോ റൗണ്ടിലും സ്റ്റിച്ചസ് കറക്റ്റ് ആണോ നോക്കിയിട്ട് മാത്രം അടുത്ത റൗണ്ടിലേക്ക് പോവാം. അപ്പോൾ എനിക്കിവിടെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 എനിക്കിവിടെ 18 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നാലാമത്തെ റൗണ്ടിലേക്ക് പോവാം. നാലാമത്തെ റൗണ്ടിലേക്ക് പോകുന്നിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ആ ഒരു സ്റ്റിച്ച് മാർക്കർ എടുത്ത് അവിടെ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമുക്ക് അവിടെ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. സെയിം തന്നെ നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കൂടി ചെയ്യാം. സെയിം തന്നെ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കൂടി ചെയ്യുക. അപ്പോൾ നമ്മൾ എല്ലാ റൗണ്ടിൻ്റെ സ്റ്റാർട്ടിങ്ങിലും നമ്മൾ 2 എണ്ണമാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കൺഫ്യൂഷൻ വരണ്ട. എല്ലാ റൗണ്ടിൻ്റെ സ്റ്റാർട്ടിങ്ങിലും 2 എണ്ണം വെച്ച് ചെയ്യുക. ഇൻക്രീസിങ്ങിൻ്റെ റൗണ്ടിൽ ഇൻക്രീസിങ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യണ്ട. അപ്പോൾ നമ്മൾ എത്ര റൗണ്ടാണോ ഇൻക്രീസിങ് ചെയ്യുന്നത് അപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ 2 എണ്ണം ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ സ്റ്റാർട്ടിങ്ങിൽ 2 എണ്ണം ചെയ്തു. ഇനി 2 1 1 2 ഇനി അടുത്ത 2 സ്റ്റിച്ചിലും 1 1 ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റിച്ചിൽ ഒന്ന് തന്നെ 2 എണ്ണം ചെയ്തു. അടുത്തതിൽ നമ്മൾ സെക്കൻഡ് സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷേ ചെയ്യുക. തേർഡ് സ്റ്റിച്ചിലും 1 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റിൽ 2 ചെയ്തു, സെക്കൻഡിൽ 1 ചെയ്തു, തേർഡിലും 1 ചെയ്തു. ഇനി അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ 2 ചെയ്യുക. അടുത്ത സ്റ്റിച്ചിൽ 2 ചെയ്യുക, ഒന്ന് തന്നെ 2 എണ്ണം ചെയ്യുക. പിന്നെ അടുത്ത ഒരു സ്റ്റിച്ചിൽ 1 ചെയ്യുക. അടുത്ത സ്റ്റിച്ചിൽ 1 ചെയ്യുക, 1 1 2 എന്നുള്ള പാറ്റേൺ. അപ്പം ഇവിടെ 2 ചെയ്തു, പിന്നെ അടുത്തതിൽ 1 ചെയ്തു, അടുത്തതിൽ 1 ചെയ്തു. ഇനി അടുത്ത സ്റ്റിച്ച് നമ്മൾ 2 ആണ് ചെയ്യുന്നത്. 1 1 2 എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇനി 1 ചെയ്യുക, 1 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ അടുത്തതിൽ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. തേർഡ് വണ്ണിൽ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 സിംഗിൾ ക്രോഷേ ചെയ്യുക,
സെക്കൻഡിലും 1 സിംഗിൾ ക്രോഷേ ചെയ്യുക. തേർഡിൽ നമ്മൾ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 സിംഗിൾ ക്രോഷേ, 1 സിംഗിൾ ക്രോഷേ, തേർഡിൽ 1 സെയിം തന്നെ ഒന്നും കൂടി 2. 1 1 2 എന്നുള്ള പാറ്റേൺ ആണ് ഈ റൗണ്ട് മുഴുവൻ ചെയ്യുന്നത്. ഇനി അടുത്തതിൽ നമുക്ക് 2 സ്റ്റിച്ചാണ് ബാലൻസ് ഉണ്ടാവുക. അതിൽ 1 ചെയ്യുക, അടുത്തതിലും 1 ചെയ്യുക. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ 2 ചെയ്തത് ഇവിടേക്ക് 2 ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 24 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ ഇങ്ങനെ ഇവിടുന്ന് സ്റ്റിച്ചസ് ഇങ്ങനെ കൗണ്ട് ചെയ്തിട്ട് 24 സ്റ്റിച്ച് കിട്ടുന്നുണ്ടോ നോക്കുക. അല്ലെങ്കിൽ എവിടെയെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അപ്പം തന്നെ റിമൂവ് ചെയ്തിട്ട് ആ റൗണ്ട് ക്ലിയർ ചെയ്തിട്ട് അടുത്ത റൗണ്ടിലേക്ക് പോവാം കേട്ടോ. ഹെമിഗ്രൂവ് ചെയ്യുമ്പം പലർക്കും ബിഗിനേഴ്സിനൊക്കെ പറ്റുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അവർ ആ സ്റ്റിച്ചസ് കൗണ്ട് ചെയ്യാതെ ഇങ്ങനെ ചെയ്തു പോവും. അപ്പോൾ പിന്നെ നമ്മൾ ഫിനിഷിങ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു നല്ല ക്യൂട്ട്നെസ് നഷ്ടപ്പെടും. അപ്പം സ്റ്റിച്ചസ് കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് മാത്രം അടുത്ത ഓരോ റൗണ്ടും കൗണ്ട് ചെയ്യുക. കൗണ്ട് ചെയ്യാൻ ആരും മടി കാണിക്കരുത്. പിന്നെ അതുമാതിരി തന്നെ സ്റ്റാർട്ടിങ്ങിൽ സ്റ്റിച്ച് മാർക്കർ വെക്കുക. അങ്ങനത്തെ ഒക്കെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണേ. നമ്മൾ അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഈ റൗണ്ടിൽ 24 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടോ നോക്കിയിട്ട് നമുക്ക് അടുത്ത റൗണ്ടിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അതിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. നമ്മളെല്ലാ റൗണ്ടിലും സ്റ്റാർട്ടിങ്ങിൽ ഇൻക്രീസിങ്ങിൻ്റെ റൗണ്ടിലൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 2 എണ്ണമാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കൗണ്ട് ചെയ്യണ്ട. പിന്നെ നമ്മൾ അടുത്ത ഇനി 3 സ്റ്റിച്ചിലും 1 1 1 ചെയ്യും. 4ാമത്തെ സ്റ്റിച്ചിൽ 2 ചെയ്യും. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷേ ചെയ്യുക, സെക്കൻഡ് സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക, തേർഡ് സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി ഫോർത്തിൽ നമ്മൾ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അടുത്തതിൽ ഫസ്റ്റ് 1ൽ 1 ചെയ്യുക, സെക്കൻഡ് 1ൽ 1 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക, തേർഡ് 1ൽ 1 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക, ഫോർത്ത് 1ൽ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ വീണ്ടും നമ്മൾ ഫസ്റ്റ് 1ൽ 1 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക, സെക്കൻഡ് 1ൽ 1 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക, തേർഡ് 1ൽ 1 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക, ഫോർത്ത് 1ൽ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും നമുക്ക് ഫസ്റ്റ് 1ൽ 1 സിംഗിൾ ക്രോഷേ, സെക്കൻഡ് 1ൽ 1 സിംഗിൾ ക്രോഷേ, തേർഡ് 1ൽ 1 സിംഗിൾ ക്രോഷേ, ഫോർത്ത് 1ൽ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഫസ്റ്റ് 1ൽ 1 സിംഗിൾ ക്രോഷേ, സെക്കൻഡ് 1ൽ 1 സിംഗിൾ ക്രോഷേ, തേർഡ് 1ൽ 1 സിംഗിൾ ക്രോഷേ, ഫോർത്ത് 1ൽ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി ബാലൻസ് 3 സ്റ്റിച്ചാണ് ഉണ്ടാവുക. 1 സിംഗിൾ ക്രോഷേ, സെക്കൻഡ് 1ൽ 1 സിംഗിൾ ക്രോഷേ, തേർഡ് 1ൽ 1 സിംഗിൾ ക്രോഷേ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 2 എണ്ണം ചെയ്തതുകൊണ്ടാണ് ഇവിടെ 3 എണ്ണം സിംഗിൾ ക്രോഷേ ബാലൻസ് ആയിട്ട് വന്നത്. ഇനി നമുക്ക് ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ 30 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ അതൊന്ന് കൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ 30 സ്റ്റിച്ചസ് കിട്ടുന്നുണ്ടോയെന്ന് ഇങ്ങനെ ഈ ഒരു ചെയിൻ സ്റ്റിച്ച് വരുന്ന ഭാഗം കൗണ്ട് ചെയ്യുക. 30 എണ്ണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത റൗണ്ടിലേക്ക് പോവാം. നമ്മൾ 6th റൗണ്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക, ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക, വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് സെയിം തന്നെ നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കൂടി ചെയ്യാം. ഇനി നമ്മൾ 4 സ്റ്റിച്ചിലും 1 1 1 ചെയ്യുക. 5ാമത്തെ സ്റ്റിച്ചിൽ ഒന്ന് തന്നെ 2 എണ്ണം ചെയ്യാം. അപ്പോൾ 4 സ്റ്റിച്ചിലും 1 1 1 ചെയ്യുക. ഫസ്റ്റ് സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക, സെക്കൻഡ് സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക, തേർഡ് സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക, ഫോർത്ത് സ്റ്റിച്ചിലും 1 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക, ഫിഫ്ത്ത് സ്റ്റിച്ചിൽ നമുക്ക് ഒന്ന് തന്നെ
2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. സെയിം തന്നെ ഒന്നുകൂടി ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് ഫസ്റ്റ് വണ്ണിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച്, സെക്കൻഡ് വണ്ണിലും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച്, തേർഡ് വണ്ണിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച്, ഫോർത്ത് വണ്ണിലും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച്, ഫിഫ്ത്ത് വണ്ണിൽ നമ്മൾ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ 4 എണ്ണത്തിൽ 1 1 1 ചെയ്യുക, ഫിഫ്ത്തിൽ 2 എണ്ണം ചെയ്യുക. അങ്ങനെ ഈ റൗണ്ട് മുഴുവനും കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമുക്ക് 4 സിംഗിൾ ക്രോഷ്യ ഒരു 1 1 1 ചെയ്തു, അഞ്ചാമത്തേൽ 2 എണ്ണം ചെയ്തു. അങ്ങനെ നമ്മൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 36 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ ഇതിങ്ങനെ റൗണ്ട് കൗണ്ട് ചെയ്തിട്ട് 36 സ്റ്റിച്ച് കിട്ടുന്നുണ്ടോ നോക്കുക. എന്നിട്ട് അടുത്ത റൗണ്ടിലേക്ക് പോവാം. ഇനി നമുക്ക് അടുത്ത റൗണ്ട് 7th റൗണ്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. എന്നിട്ട് അതിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് അതിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. നമുക്ക് സെയിം തന്നെ നമുക്ക് 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഇനി നമ്മൾ 5 എണ്ണത്തിലും 1 1 1 ചെയ്യും. 6ാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ 2 ചെയ്യും. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, സെക്കൻഡ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, തേർഡ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, ഫോർത്ത് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, ഫിഫ്ത്ത് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി 6th വണ്ണിൽ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 6ാമത്തെ സ്റ്റിച്ചിൽ ഒന്നിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി ഫസ്റ്റ് വണ്ണിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, സെക്കൻഡ് വണ്ണിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, തേർഡ് വണ്ണിൽ ഒരു സിംഗിൾ ക്രോഷ്യ, ഫോർത്ത് വണ്ണിൽ ഒരു സിംഗിൾ ക്രോഷ്യ, ഫിഫ്ത്ത് വണ്ണിൽ ഒരു സിംഗിൾ ക്രോഷ്യ, 6th വണ്ണിലും ഒരു സിംഗിൾ ക്രോഷ്യ. ഇനി അടുത്തതിൽ 6th വണ്ണിൽ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും ഫസ്റ്റ് വണ്ണിൽ ഒരു സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് വണ്ണിൽ ഒരു സിംഗിൾ ക്രോഷ്യ, തേർഡ് വണ്ണിൽ ഒരു സിംഗിൾ ക്രോഷ്യ, ഫോർത്ത് വണ്ണിൽ ഒരു സിംഗിൾ ക്രോഷ്യ, ഫിഫ്ത്ത് വണ്ണിൽ ഒരു സിംഗിൾ ക്രോഷ്യ, 6th വണ്ണിൽ ഒന്ന് തന്നെ നമുക്ക് 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ ഈ റൗണ്ട് മുഴുവനും ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. നമ്മൾ ഈ റൗണ്ടിൽ 5 സിംഗിൾ ക്രോഷ്യ ഒരു 6th വണ്ണിൽ ഒരു ഇൻക്രീസിംഗ് എന്നുള്ള പാറ്റേൺ മുഴുവൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 42 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ 42 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടോ എന്ന് കൗണ്ട് ചെയ്യുക. കൗണ്ട് ചെയ്തിട്ട് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. ഇനി നമ്മൾ ഇൻക്രീസിങ് ഒന്നും ചെയ്യുന്നില്ല. ഇനി നമ്മൾ 8 മുതൽ 17 റൗണ്ട് 8 9 10 11 12 13 14 15 16 17 10 റൗണ്ടിൽ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റിൽ നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. എന്നിട്ട് അവിടെ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഇനി ഞാൻ സ്റ്റിച്ച് മാർക്കർ വെക്കുന്നത് നേരത്തെ ഒക്കെ ഈ സ്റ്റിച്ചിൻ്റെ ഇങ്ങനെയാണ് സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഓരോ സ്റ്റിച്ചിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യണ്ട. അപ്പോൾ അതിന് പകരം നമുക്ക് ഈ ഒരു റൗണ്ടിൻ്റെ മുകളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം കേട്ടോ. ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ സ്റ്റിച്ച് അടുത്ത റൗണ്ടിൽ നമുക്ക് റിമൂവ് ചെയ്യാതെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ 10 റൗണ്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിങ്ങനെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20
21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42. അപ്പോൾ നമുക്ക് എട്ടാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പം 42 സ്റ്റിച്ച് തന്നെ കിട്ടണം. നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള റൗണ്ട് ഇങ്ങനെ ചെയ്തപ്പം നമുക്ക് 42 സ്റ്റിച്ച് കിട്ടി. ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ ഒരു റൗണ്ട് ചെയ്തു, ഇനി 9 റൗണ്ടിലും ഇതേപോലെ തന്നെ സെയിം ആയിട്ട് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് മാർക്കർ വെച്ചതുകൊണ്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യണ്ട. പിന്നെ വീണ്ടും നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ നേരത്തെ ചെയ്ത പോലെ തന്നെ 1, 2 എന്നിട്ട് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ നമുക്ക് 9 റൗണ്ട്, ടോട്ടൽ 10 റൗണ്ട് വേണം. ഓൾറെഡി നമ്മളിപ്പോൾ ഒരു റൗണ്ട് ചെയ്തു. ഇനി 9 റൗണ്ട് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്യുക. ഈ ചെയ്ത് വരുമ്പോൾ ഈ ഒരു സ്റ്റിച്ച് മാർക്കറിൻ്റെ അവിടെ എത്തുമ്പോൾ നമുക്ക് 42 സ്റ്റിച്ച് തന്നെയാണോ നോക്കണം. അത് ഇൻക്രീസിങ് ആവാനോ ഡിക്രീസിങ് ആവാനോ പാടില്ല. അപ്പോൾ എമിഗ്രൂമി ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് മിസ്റ്റേക്ക് പറ്റുന്ന ഭാഗങ്ങളായതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. അപ്പോൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഓരോ റൗണ്ട് കഴിയുമ്പോഴും 1, 2, 3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് 42 സ്റ്റിച്ച് തന്നെയാണോ കിട്ടുന്നത് നോക്കുക. അങ്ങനെ ചെയ്തിട്ട് 9 റൗണ്ട് കൂടി ചെയ്ത് ടോട്ടൽ 10 റൗണ്ടാണ്. റൗണ്ട് നമ്മൾ ഓൾറെഡി ചെയ്തു. ഇനി 9 റൗണ്ട് കൂടി ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ളത് നമുക്കിങ്ങനെ ഓരോ റൗണ്ട് കഴിയുമ്പോഴും 42 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. അങ്ങനെ നമ്മളിവിടെ 17 റൗണ്ട്, ടോട്ടൽ 17 റൗണ്ട് എടുത്തിട്ടുണ്ട്. 8 മുതൽ 17 വരെ 10 റൗണ്ട് നമ്മൾ ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17. 8 മുതൽ 17 വരെയുള്ള 8 റൗണ്ട് നമ്മൾ 8, 9, 10, 8 മുതൽ 17 വരെയുള്ള റൗണ്ട് എന്ന് പറയുമ്പോൾ 10 റൗണ്ട് നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു പാറ്റേൺ ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ഈ ഡിക്രീസിങ് ആണ് ഇനിയുള്ള റൗണ്ടിലൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. എന്നിട്ട് അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 18ാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമുക്ക് വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഈ റൗണ്ടിൽ നമ്മൾ 6 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ 1 ചെയ്തു, 2, 3, 4, 5, 6, 6 സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമുക്ക് ഒരു ഡിക്രീസിങ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡിക്രീസിങ് ചെയ്യുന്നത് 7ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ഇങ്ങനെയാണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത്. ഈ വരുന്ന ഭാഗത്തെ ലൂപ്പിനെ ഫ്രണ്ട് ലൂപ്പെന്നും ഈ ബാക്കിൽ വരുന്ന ലൂപ്പിനെ ബാക്ക് ലൂപ്പെന്നും പറയുന്നു. ഇനി നമ്മൾ ഡിക്രീസിങ് ചെയ്യുന്നത് ഈ ഫ്രണ്ട് ലൂപ്പ് മാത്രം യൂസ് ചെയ്തിട്ടാണ്. 2 ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചായിട്ട് നമ്മൾ ഡിക്രീസിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 7ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 8ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 7ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക.
അതുപോലെ 8ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഹുക്കിൽ ഇങ്ങനെ 3 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്യുക, ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്യുക, ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്കൊരു സിംഗിൾ ക്രോഷേ ഇൻവിസിബിൾ ഡിക്രീസിങ് സ്റ്റിച്ച് കിട്ടും കേട്ടോ. ഇനി വീണ്ടും നമ്മൾ 6 സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 2 5 6 6 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്തു. ഇനി 7ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 8ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക. യാണോവർ ചെയ്യുക, ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും യാണോവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ വീണ്ടും നമുക്കൊരു സിംഗിൾ ക്രോഷേ ഇൻവിസിബിൾ ഡിക്രീസിങ് സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. വീണ്ടും നമ്മൾ 6 സ്റ്റിച്ചിലും 1 2 3 4 5 6 6 സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. 7ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 8ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്യുക. ഒരു ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീണ്ടും 6 സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ്, അങ്ങനെ ഈ ഒരു ഇതുവരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ 6 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് എന്നുള്ള 6 പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു എൻഡിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 18ാമത്തെ റൗണ്ട് കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. 19ാമത്തെ റൗണ്ടിൽ നമ്മൾ 5 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് അതിലൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് വീണ്ടും നമുക്കതിൽ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി ഫസ്റ്റ് ഒന്ന് ചെയ്ത് നമ്മൾ 1 2 3 4 5 5 സ്റ്റിച്ച് ചെയ്തു. 6ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 7ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക. ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീണ്ടും 5 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 5 6ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 7ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക. ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീണ്ടും 5 എണ്ണം ചെയ്യുക. 1 2 3 4 5 6ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 7ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചുറ്റിലും ചെയ്ത് ഇതുവരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഈ റൗണ്ടിൽ നമ്മൾ 5 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ഈ റൗണ്ട് മുഴുവനും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. ഈ റൗണ്ടിൽ നമ്മൾ 4 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് ആണ് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ്ങിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. എന്നിട്ട് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ടു 3 4 4 സിംഗിൾ ക്രോഷേ ചെയ്യുക. 5ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 6ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്യുക. വീണ്ടും 4 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 5ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 6ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 6ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 5ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 6ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്യുക. ഈ റൗണ്ട് മുഴുവനും ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഈ റൗണ്ട് മുഴുവൻ നമ്മൾ 4 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 30 സ്റ്റിച്ചസ് ആണ് കിട്ടുക. ഇനി നമുക്ക് ഇതൊന്നിങ്ങനെ വലിച്ചു കൊടുത്തിട്ട് ഈ റൗണ്ട് നമുക്ക്
ചെറുതായി വരുന്നത് കാണാം. ഇനി നമുക്ക് ഫൈബർ ഫില്ല് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിത് റാറ്റിലിൻ്റെ ഈ ഒരു സൗണ്ട് വരുന്ന സാധനം ഇത് ഇടുന്നുണ്ട്. അപ്പോൾ സൗണ്ടിനനുസരിച്ച് 1 2 വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ കുറച്ച് സ്റ്റഫ് ചെയ്തതിന് ശേഷം നമുക്കിത് ഇട്ട് കൊടുക്കാം. നല്ല സൗണ്ടിൽ വരുന്നത് അതിപ്പോൾ ഏകദേശം അങ്ങനെ ഒരു സൗണ്ട് ഉള്ളൂ. നല്ല സൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ 1 2 ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1 ആഡ് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം നമുക്കിങ്ങനെ ഫൈബർ ഫില്ല് എല്ലാ ഭാഗത്തും സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. നല്ല അത്യാവശ്യം സൗണ്ട് ഉണ്ട്. ശേഷം ഇനി നമുക്ക് ചെയ്യാനുള്ളത് അടുത്ത റൗണ്ടിൽ നമ്മൾ 3 ഡിക്രീസിങ് 3 സിംഗിൾ ക്രോഷ്യ 1 ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അതിൽ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. നമ്മൾ 3 സിംഗിൾ ക്രോഷ്യ 1 ഡിക്രീസിങ്, അപ്പോൾ ഒരു സിംഗിൾ ക്രോഷ്യ നമ്മൾ ചെയ്തു. ഇനി സെക്കൻഡ് വണ്ണിൽ ഒരു സിംഗിൾ ക്രോഷ്യ, തേർഡ് വണ്ണിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി ഫോർത്ത് വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പും ഫിഫ്ത്ത് വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഫൈബർ ഫില്ല് ഇങ്ങനെ ഈ ഒരു വിരലുകൊണ്ട് നമുക്കിങ്ങനെ ഈ ഒരു ഭാഗം പ്രസ് ചെയ്ത് താഴത്തേക്ക് പിടിച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഫൈബർ ഫില്ല് സ്റ്റിച്ചിൻ്റെ കൂടെ വരും. ഇനി 1 2 3 3 സിംഗിൾ ക്രോഷ്യ, 4ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 5ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്യുക. വീണ്ടും 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഈ റൗണ്ട് മുഴുവനും നമുക്ക് 3 സിംഗിൾ ക്രോഷ്യ 1 ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ഈ റൗണ്ട് മുഴുവൻ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മളിവിടെ 3 സിംഗിൾ ക്രോഷ്യ 1 ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 24 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ ഒരു റൗണ്ടിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ 1 ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് നമ്മൾ ഓൾറെഡി ചെയ്തു. സെക്കൻഡ് വണ്ണിൽ കൂടി ഒന്ന് ചെയ്യാം. ഇനി തേർഡ് വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പും ഫോർത്ത് വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്യുക. വീണ്ടും 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഫസ്റ്റ് വണ്ണിൽ ഒന്ന് ചെയ്യുക, സെക്കൻഡ് വണ്ണിലും ഒന്ന് ചെയ്യുക, തേർഡ് വണ്ണിലും ഫോർത്ത് വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്യുക. ഈ റൗണ്ട് മുഴുവനും നമ്മൾ ചെയ്യുന്നത് ഒരു സിംഗിൾ ക്രോഷ്യ 2 സ്റ്റിച്ചിൽ ചെയ്യുക. 3ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 4ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് 3ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക. 4ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത 2 സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. ഇനി 3ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 4ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്യുക. അങ്ങനെ ഈ റൗണ്ട് മുഴുവനും ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ റൗണ്ടിൽ 18 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. ഓരോ റൗണ്ടിലും സ്റ്റിച്ചസ് കൗണ്ട് ചെയ്തിട്ട് വേണം അടുത്ത റൗണ്ടിലേക്ക് പോകാൻ. എപ്പോഴും നമുക്ക് ലാസ്റ്റിൽ എത്തുമ്പോൾ ഡിക്രീസിങ് ആവും ഉണ്ടാവുക. അതാണ് ഈ റൗണ്ട് കറക്റ്റ് ആണോ എന്ന് അറിയാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ ഡിക്രീസിങ് ചെയ്യുന്ന ഭാഗം ലാസ്റ്റിൽ 2 സ്റ്റിച്ചസാണ് നമുക്ക് ഡിക്രീസിങ് ചെയ്യാൻ കിട്ടുക. അപ്പോൾ അത് കൂടുതലുണ്ടെങ്കിൽ മനസ്സിലാക്കുക എവിടെയെങ്കിലും നമുക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ റൗണ്ട് മുഴുവൻ കഴിയുമ്പോൾ നമുക്ക് 18 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സെയിം സ്പേസിൽ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഈ റൗണ്ടിൽ 23ാമത്തെ റൗണ്ടിൽ
ഒരു സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് ആണ്. ഒരു സിംഗിൾ ക്രോഷ്യ നമ്മൾ ഓൾറെഡി ചെയ്തു. അടുത്ത 2 സ്റ്റിച്ചിന് രണ്ടാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും മൂന്നാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. ഒരു സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ചെയ്യുക. ഇനി ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും മൂന്നാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഒരു ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും മൂന്നാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്യുക. അങ്ങനെ ഈ റൗണ്ട് മുഴുവനും ഒരു സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ഈ 23ാമത്തെ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആകുമ്പം നമുക്ക് 12 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. നിങ്ങൾ നോട്ട് എഴുതി വെച്ചതിന് ശേഷം ഓരോ റൗണ്ടും കൗണ്ട് ചെയ്ത് അടുത്ത റൗണ്ടിലേക്ക് പോവുക കേട്ടോ. ഇതിപ്പോൾ നമ്മൾ 23ാമത്തെ റൗണ്ടിൽ ഒരു സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. ഇനി നമ്മൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. തൊട്ടടുത്ത ചെയിനിൽ സ്റ്റിച്ച് മാർക്കർ ഇട്ട ചെയിനിൽ ഒരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ചെയിൻ 1 ചെയ്യുക. നമുക്ക് യാൺ കട്ട് ചെയ്ത് കൊടുക്കാം. യാൺ കുറച്ച് അധികം എടുത്തിട്ട് കട്ട് ചെയ്യുക. നമുക്കിനി അത് തുന്നാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ അത് നമുക്കിങ്ങനെ വെച്ചിട്ട് കൊടുക്കുക. അപ്പം ഫൈബർ ഫിൽസൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഫൈബർ ഫില്ല് ചെയ്യാനുണ്ടെങ്കിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ ലയൻ്റെ ഇയേഴ്സ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. ഇയേഴ്സ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഒരു മാജിക് സർക്കിൾ ചെയ്യുക. ഈ ഒരു മാജിക് സർക്കിളിലേക്ക് ചെയിൻ 1 ചെയ്തിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് 6 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 5 6 6 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ടൈലൻഡ് വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. ഫസ്റ്റ് നോക്കുമ്പോൾ ഒരു ചെയിൻ സ്റ്റിച്ച് പോലെ കാണുന്ന ആ ഒരു സ്റ്റിച്ചിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു അങ്ങനെ ചെയിൻ സ്റ്റിച്ച് പോലെ കാണുമല്ലോ, അതിലാണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. എല്ലാവർക്കും ഡൗട്ട് തോന്നുന്ന ഒരു സ്റ്റിച്ചാണ്. അപ്പോൾ അവിടെ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇവിടെയാണ് നമ്മൾ റൗണ്ട് 2 സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ റൗണ്ട് 2 എന്ന് പറയുന്നത് എല്ലാ ചെയിനിലും രണ്ടെണ്ണം 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതമാണ് ചെയ്യുന്നത്. 6 സ്റ്റിച്ചിലും നമ്മൾ 2 സ്റ്റിച്ചസ് വീതം ഇൻക്രീസിങ് ചെയ്തിട്ട് ആ 6 സ്റ്റിച്ചിന് 12 സ്റ്റിച്ചായിട്ട് ഇൻക്രീസിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. സെക്കൻഡ് സ്റ്റിച്ചിലും 2 ചെയ്യുക. തേർഡ് സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ 6 സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യുമ്പോൾ നമുക്ക് 6 സ്റ്റിച്ചിനെ നമ്മൾ 12 സ്റ്റിച്ചായിട്ട് ഇൻക്രീസിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഈ ഒരു റൗണ്ടിലും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഓരോ റൗണ്ടിലും കൗണ്ട് ചെയ്തിട്ട് അടുത്ത റൗണ്ടിലേക്ക് പോവുക. അപ്പോൾ 12 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടോ എന്ന് ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് പോലെ കാണുന്ന ഭാഗം നോക്കുക. ഇനി നമ്മൾ റൗണ്ട് 3 ചെയ്യാനായിട്ട് ഈ സ്റ്റിച്ച് മാർക്കർ ഇട്ട് അവിടെ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ 3 മുതൽ 3ഉം 4ഉം റൗണ്ട് ചെയ്യുന്നത് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ്. 1 2 3 4th വണ്ണിലും ഒരു സിംഗിൾ ക്രോഷ്യ, 5th വണ്ണിലും ഒരു സിംഗിൾ ക്രോഷ്യ, 6th വണ്ണിലും ഒരു സിംഗിൾ ക്രോഷ്യ, 7th വണ്ണിലും ഒരു സിംഗിൾ ക്രോഷ്യ, 8th വണ്ണിലും ഒരു സിംഗിൾ ക്രോഷ്യ, 9th വണ്ണിലും ഒരു സിംഗിൾ ക്രോഷ്യ, 10th ഒരു സിംഗിൾ ക്രോഷ്യ, 11th ഒരു സിംഗിൾ ക്രോഷ്യ, ലാസ്റ്റ് സ്റ്റിച്ച് 12th സ്റ്റിച്ചാണ്. അതിലും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്യാം. അപ്പോൾ തേർഡ് റൗണ്ടിലും ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി 4th റൗണ്ടാണ്. 4th റൗണ്ടിലും നമ്മൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്ത് അവിടെ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇതിലും നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. 1 ചെയ്തു, 2 3 4 5
7 8 9 10 11 12. അപ്പോൾ നമ്മൾ ഈ ഫോർത്ത് റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോഴും നമുക്ക് 12 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് തന്നെയാണ് കിട്ടുന്നത്. അങ്ങനെ കൗണ്ട് ചെയ്തിട്ട് ചെയ്യണം. ഈ ടൈലൻഡ് നമുക്ക് മാജിക് സർക്കിൾ ചെയ്തിട്ടുള്ള ആ ഒരു യാണാണ്. അത് നമുക്കിനി വേണ്ട. അത് നമുക്ക് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇത് ഫോൾഡ് ചെയ്തിട്ട് രണ്ടും കൂടി ഇങ്ങനെ നമ്മൾ ഒന്ന് കൂട്ടി പിടിച്ച് കൊടുത്തതിന് ശേഷം അത് നമുക്ക് ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തിട്ട് അതൊന്ന് ക്ലോസ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ആ 2 സ്റ്റിച്ചിനെയും ഉള്ളിൽ കൂടി എടുത്തിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 സെക്കൻഡിലും 2 എണ്ണം ഒരുമിച്ച് പിടിച്ചിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 2 തേർഡിലും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 3 ഫോർത്തിലും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി ലാസ്റ്റ് സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമുക്ക് 5 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ഈ ഒരു ക്ലോസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചെയിൻ 1 ചെയ്യുക. കുറച്ചധികം യാൺ എടുത്തിട്ട് നമുക്ക് തുന്നാൻ ആവശ്യമുള്ള യാൺ എടുത്തിട്ട് യാൺ കട്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം യാൺ ഇങ്ങനെ വലിച്ചിട്ട് ഇവിടെ ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ സെയിം ആയിട്ട് 2 എണ്ണം ഉണ്ടാക്കണം. 2 ഇയേഴ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഞാനിവിടെ 2 ഇയേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നോസ് ചെയ്തെടുക്കാം. നോസ് ചെയ്യാനായിട്ട് നമുക്കൊരു മാജിക് സർക്കിൾ ചെയ്യാം. ഈ ഒരു മാജിക് സർക്കിളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ചെയിൻ 1 ചെയ്യുക. നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് 6 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 2 3 4 5 6. അപ്പോൾ നമ്മൾ ഈ സെൻറ്ററിൽ 6 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ടൈലൻഡ് വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച് പോലെ കാണുന്ന അതിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. സെക്കൻഡ് റൗണ്ട് ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിൽ നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇനി സെയിം തന്നെ നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ തന്നെ സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ 6 സ്റ്റിച്ചിനെ 12 സ്റ്റിച്ചായിട്ട് ഇൻക്രീസിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 6 സ്റ്റിച്ചിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. സെക്കൻഡ് സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. തേർഡ് സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഫോർത്ത് സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഫിഫ്ത്ത് വണ്ണിലും 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ലാസ്റ്റ് സ്റ്റിച്ച് നമ്മൾ 6th സ്റ്റിച്ചാണ്. അതിലും 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ 12 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. ഇനി നമ്മൾ തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഇതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇനി സെയിം തന്നെ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കൂടി ചെയ്യുക. അപ്പോൾ അതിൽ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടി. അടുത്തതിലും നമുക്ക് 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. സെക്കൻഡ് വണ്ണിലും 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. തേർഡ് വണ്ണിലും 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമ്മൾ 3 സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് 6 സ്റ്റിച്ചാക്കിയിട്ട് ഇൻക്രീസിങ് ചെയ്തു. ഇനി അടുത്ത വരുന്ന സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അടുത്തതിൽ സെക്കൻഡ് വണ്ണിൽ 1 ചെയ്യുക. തേർഡ് വണ്ണിലും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇതിൽ നമ്മൾ 3 സ്റ്റിച്ചിലും 1 1 1 ചെയ്തു. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ 2 എണ്ണത്തിൽ 3 എണ്ണത്തിൽ 2 എണ്ണം വീതം ചെയ്തു. പിന്നെ 3 എണ്ണത്തിൽ 1 1 1 ചെയ്തു. അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഇനി 3 ചെയിനിലും 2 എണ്ണം വീതം ചെയ്ത് കൊടുക്കുക. ഫസ്റ്റിൽ 2 എണ്ണം ചെയ്തു. സെക്കൻഡ് വണ്ണിലും 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. തേർഡ് വണ്ണിലും 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമുക്ക് ബാലൻസ് 3 സ്റ്റിച്ചസ് ഉണ്ടാവും. ആ 3 സ്റ്റിച്ചിലും നമ്മൾ 1 1 1 ചെയ്യുക.
ഫസ്റ്റിൽ 1 സിംഗിൾ ക്രോഷ്യ ചെയ്യുക, സെക്കൻഡ് വണ്ണിലും 1 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, തേർഡ് വണ്ണിലും 1 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഈ റൗണ്ട് 3 കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 18 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. നമ്മൾ റൗണ്ട് 4 ആണ്. റൗണ്ട് 4ൽ നമ്മൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്ത് അവിടെ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, എന്നിട്ട് വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ് റൗണ്ട് 4ഉം റൗണ്ട് 5ഉം ചെയ്യുന്നത്. 1 2 സെക്കൻഡിൽ 1 ചെയ്തു, 2 3 4 5 6 7 8 9 10. 11 12 13 14 15 16 17 18. അപ്പോൾ 4th റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 18 സ്റ്റിച്ചസ് കിട്ടും. ഇനി നമ്മൾ 5th റൗണ്ടിൽ ഇതുപോലെ തന്നെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ തന്നെയാണ് ചെയ്യുന്നത്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്ത് അവിടെ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ സ്റ്റിച്ച് മാർക്കർ വെക്കാൻ മറക്കരുത് കേട്ടോ, നമുക്ക് റൗണ്ട് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് മനസ്സിലാവില്ല. അപ്പോൾ അതിനാണ് നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെക്കുന്നത്. ഇനി സ്റ്റിച്ച് മാർക്കർ ഇല്ലാത്തവരാണെങ്കിൽ എന്തെങ്കിലും പിന്നോ അതുപോലെ നമുക്ക് എന്തെങ്കിലും നൂല്, വേറെ കളർ നൂലൊക്കെ ഒന്ന് അവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് മതി. ജസ്റ്റ് ഒന്ന് നമുക്ക് ആ ഒരു മാർക്ക് ചെയ്യാനാണ് ആ ഒരു ഭാഗം, അല്ലെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഒന്നും മനസ്സിലാവില്ല. നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ഒന്നും ചെയ്യാതെ ക്ലോസ് ഒന്നും ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ നമ്മൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആ സ്റ്റിച്ച് മാർക്കർ വെക്കുന്നത്. അപ്പം അമിഗ്രൂമി ചെയ്യുമ്പോഴും ഏത് വർക്ക് ചെയ്യുമ്പോഴും സ്റ്റിച്ച് മാർക്കർ നിർബന്ധമായിട്ടും വെക്കണം. ഓരോ റൗണ്ടിലും സ്റ്റിച്ച് മാർക്കർ വെക്കാൻ മറക്കരുത്. അപ്പോൾ ഈ റൗണ്ടിൽ നമ്മൾ 5ാമത്തെ റൗണ്ടിലും ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള ഈ ഒരു പാറ്റേൺ തന്നെയാണ് ചെയ്യുന്നത്. ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ഒന്നും ചെയ്യുന്നില്ല. ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 18 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടണം. അപ്പോൾ ഓരോ റൗണ്ടും കൗണ്ട് ചെയ്ത് അടുത്ത റൗണ്ടിലേക്ക് പോവാം. ഒരു റൗണ്ട് കൗണ്ട് ചെയ്തിട്ട് അത് ക്ലിയർ ആണ്, നമ്പേഴ്സ് കറക്റ്റ് ആണെങ്കിൽ മാത്രം അടുത്ത റൗണ്ടിലേക്ക് പോവുക, അല്ലെങ്കിൽ നമ്മൾ പാറ്റേൺ ആകെ മാറും. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ബിഗിനേഴ്സ് ആകുമ്പോൾ ചിലപ്പോൾ മറന്നു പോകും, അതിനാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ 5th റൗണ്ടും ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക, അതിൽ നമുക്കൊരു സ്ലീവ് സ്റ്റിച്ച് ചെയ്യുക, ചെയിൻ 1 ചെയ്യുക, കുറച്ചധികം യാൺ എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം യാൺ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് നോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു നമ്മൾ മാജിക് സർക്കിൾ എടുത്തിട്ടുള്ള യാണാണ് കേട്ടോ, മറ്റേ ടൈലൻ്റെ ഈ യാണല്ല, ചെറിയ യാണുണ്ടല്ലോ തൂങ്ങി കിടക്കുന്നത്, അതാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അതിന് മാറിയിട്ട് മറ്റേത് കട്ട് ചെയ്ത് പോകരുത് കേട്ടോ. അപ്പം നോസ് ഇവിടെ നമുക്കിനി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെയാണ് നമ്മൾ ഈ ഒരു യാണ് കട്ട് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്താണുള്ളത്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ നമുക്ക് ഈ ഒരു നോസിൻ്റെ ഇത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ചുറ്റിലും തുന്നി കൊടുക്കാം. നമുക്ക് ഒരു ബീഡ്സോ അല്ലെങ്കിൽ ഞാൻ കുറച്ച് വലിയ സൂചിയാണ് എൻ്റെ കയ്യിലുള്ള ആ ഒരു നീഡിലാണ് വെച്ചിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് കുറച്ച് ഫൈബർ ഫിൽസ്, ആ ഒരു നോസ് ഇങ്ങനെ ഒന്ന് സ്റ്റഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫൈബർ ഫിൽസ്, അധികം ഫൈബർ ഫിൽസ് ഒന്നും വേണ്ട, കുറച്ച് ഫൈബർ ഫില്ല് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ ചപ്പി പോവാതെ നിന്നോളും. അതിനുശേഷം നമുക്ക് ഈ ഒരു യാണ് ചുറ്റിലും തുന്നി കൊടുക്കാം. ഈ യാണിൽ നമുക്ക് പിന്നെ നീഡിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ശേഷം ഇങ്ങനെ ചുറ്റിലും തുന്നി കൊടുക്കുക. ആദ്യം നമ്മൾ നോസിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഒരു ഹെഡിലേക്ക് ഇങ്ങനെ എടുത്തിട്ട് പിന്നെ വീണ്ടും നോസിൻ്റെ ഭാഗത്തേക്ക് മുകളിലേക്ക് കുത്തി കൊടുക്കുക. ഈ ഫൈബർ ഫിൽസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഉള്ളോട്ട് ആക്കിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ.
ഒരു പ്രാവശ്യം നമുക്ക് നോസിൻ്റെ ഭാഗത്തും പിന്നെ നമ്മൾ അടുത്തത് ഈ ഒരു ഹെഡിലേക്കും അങ്ങനെ ഇതാക്കിയിട്ട് ചുറ്റിലും തുന്നി കൊടുക്കുക. അപ്പോൾ ഫൈബർ ഫ്രിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ കൈ വെച്ചിട്ട് ഉള്ളോട്ടാക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിങ്ങനെ പുറത്തേക്ക് തൂങ്ങി നിൽക്കും. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ അത് ശ്രദ്ധിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ ചുറ്റിലും തുന്നി കൊടുക്കുക. നമ്മൾ ആ ഒരു ക്ലോസ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ആ ഒരു യാണൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആ ഒരു ബോൾ ഇനി നമുക്ക് ക്ലോസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ നോസും ഇയേഴ്സൊക്കെ വെച്ചതിന് ശേഷമാണ് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ എളുപ്പത്തിൽ ഈ ഒരു ഇതിൽ കൂടി നമ്മൾ യാൺ എടുക്കാനൊക്കെ പറ്റും. അതിനാണ് ഞാനിവിടെ ക്ലോസ് ചെയ്യാതെ വെച്ചിട്ടുള്ളത്. അതിന് ശേഷം നമുക്കിങ്ങനെ നോക്കാം. അപ്പോൾ നമ്മളെ നോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫൈബർ ഫ്രിൽസൊക്കെ കറക്റ്റിൽ തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അതൊക്കെ നോക്കുക. ഈ ആണ് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ആണൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മളിത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ പിന്നെ വെക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഒരു ഭാഗം ക്ലോസ് ചെയ്യാതെ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഹെഡിൻ്റെ മുകളിൽ 3rd റൗണ്ടിലോ അല്ലെങ്കിൽ 4th റൗണ്ടിലോ ആക്കിയിട്ട് നമുക്ക് ഈ ഒരു ഇയേഴ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതും നമുക്ക് ബീഡ്സ് വെച്ചിട്ട് കറക്റ്റ് പൊസിഷൻ നോക്കിയിട്ട് വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ആണോ നോക്കുക. 3rd പൊസിഷനോ അല്ലെങ്കിൽ 1 2 3 3rd വണ്ണിലോ അല്ലെങ്കിൽ 4th വണ്ണിലോ ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ബീഡ് വെച്ചിട്ട് നോക്കുക. കറക്റ്റ് ആണോ നോക്കുക. കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ചുറ്റിലും തുന്നി കൊടുക്കുക. അതല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ചേഞ്ച് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ 3rd വണ്ണിലാണ് ചെയ്തത്. 1 2 3 ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ബീഡ്സ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ചെവി ഏകദേശം കറക്റ്റായി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ 1 2 സ്റ്റിച്ച് ഇങ്ങനെ മാറ്റി കൊടുക്കുക കേട്ടോ. 3rd വണ്ണിലുള്ളത് 4th വണ്ണിലേക്ക് ആക്കുക. ഇപ്പോഴാണ് കറക്റ്റായത്. 1 2 3 4th വണ്ണിലാണ് ഈ ഒരു ഭാഗം വന്നത്. ഇതുപോലെ തന്നെ 1 2 3 4th വണ്ണിലാണ് ഈ ഒരു സ്റ്റാർട്ടിങ് വന്നിട്ടുള്ളത്. ആ ഒരു രീതിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ടൈലൻ്റ് അധികം എടുത്തിട്ടുള്ള ഈ ഒരു ആണ് സൂചിയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കിത് തുന്നി കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ ചുറ്റിലും നമുക്കിങ്ങനെ തുന്നി കൊടുക്കുക. ഒരു പ്രാവശ്യം സൂചി വെക്കുന്നത് ഹെഡിലാണെങ്കിൽ മറ്റേത് നമ്മൾ ഇയേഴ്സിലാക്കിയിട്ട് ഇയർമൽ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിലും തുന്നി കൊടുക്കുക. അപ്പോൾ നല്ല പെർഫെക്ഷനായിട്ട് നമുക്ക് ആ ഒരു ഇയർ അവിടെ അറ്റാച്ച് ആയി കിട്ടും. ഫസ്റ്റ് ഹെഡിൽ വെക്കുക. അതിന് ശേഷം സെയിം കളർ യാണായതുകൊണ്ട് നമുക്ക് തുന്നുമ്പോൾ ആ ഒരു യാണ് ഇവിടെ കാണുമൊന്നുമില്ല. അതിനാണ് നമ്മൾ അപ്പം തന്നെ കുറച്ച് യാണ് അധികം ടൈലൻ്റ് അധികം എടുത്തിട്ട് ചെയ്യുന്നത്. അങ്ങനെ ചുറ്റിലും നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു ഇയർ അവിടെ അറ്റാച്ചായി കിട്ടും. ഈ അടിഭാഗം നമ്മൾ ക്ലോസ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഈ അടിയിൽ കൂടി ഇങ്ങനെ യാണ് എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ അടിഭാഗം ക്ലോസ് ചെയ്യാതെ ഇട്ടത്. അല്ലെങ്കിൽ ഈ യാണൊക്കെ നമുക്ക് പിന്നെ ഉള്ളിലേക്ക് ആക്കാനൊക്കെ കുറച്ച് പാടാണ്. അപ്പോൾ ഒരു ഇയർ ഇവിടെ അറ്റാച്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ അടുത്തതും ചെയ്ത് കൊടുക്കാം. പിന്നെ സ്റ്റഫ് ചെയ്തിട്ട് നോക്കുക കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കണേ. അതിന് ശേഷം നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ
എത്ര റൗണ്ടാണോ നമ്മൾ വിട്ടത് ആ റൗണ്ട് കറക്റ്റ് ആക്കിയിട്ട് ഈ ഒരു ഭാഗത്തും 1 2 3 തേർഡ് വണ്ണിലാണ് നമ്മളിത് വീട് വെച്ചിട്ട് ഉള്ളത്. എന്നിട്ട് അതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ ചുറ്റിലും നമുക്ക് തുന്നി കൊടുക്കാം. ഈ ലേക്കും നമുക്ക് ഈ സൂചി നീഡിലൊന്ന് കോർത്തിട്ട് വേണം ചെയ്യാൻ. ഒന്ന് ഹെഡിലേക്കും മറ്റേത് നമ്മൾ ചുറ്റിലും ചെയ്ത് കൊടുക്കുക. ഞാൻ വീഡിയോ ഒന്ന് സ്പീഡാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളെ വീഡിയോ ലെങ്തി ആയിട്ടുണ്ട്. അപ്പം ഇതിങ്ങനെ ചുറ്റിലും നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഈ ഒരു സെൻറ്ററിലേക്ക് തന്നെ ഈ ഒരു യാണ് വലിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ 2 ഇയേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കി വരുന്ന ഈ 2 യാണ് ഒന്നിച്ച് കൂട്ടി കെട്ടി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ കണ്ണാണ് ചെയ്ത് കൊടുക്കാനുള്ളത്. ഒരു സ്ലീപ്പിംഗ് ഐസാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ സെൻറ്ററിൽ കൂടി തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീപ്പിംഗ് ഐ ചെയ്ത് കൊടുക്കാം. ഇവിടുന്ന് അപ്പോൾ നമ്മൾ നോസ് വെച്ചിട്ടുള്ള ഈ ഒരു ഭാഗത്തേക്കാണ് 1 2 3 4 5 ഫിഫ്ത്ത് വണ്ണിലാണ് നമ്മളിവിടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തത്. ഇനി ഇവിടുന്ന് ഈ ഒരു ക്രോസിൽ 1 2 3 തേർഡ് വണ്ണിൻ്റെ ആ ഒരു ഇതാക്കിയിട്ട് എടുക്കാം. ഇവിടെ നമ്മളിങ്ങനെ സൂചി കുത്തുക. എന്നിട്ട് 1 2 3 4 5 6 സിക്സ്ത് വണ്ണിലേക്കും ഇവിടെ നമ്മൾ 1 2 3 തേർഡ് വണ്ണിലാണ്. അതുപോലെ തേർഡ് വണ്ണിലും റോസിൽ ഇങ്ങനെ എടുത്തിട്ട് കുത്തി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് താഴത്തേക്ക് വലിച്ചു കൊടുക്കാം. ഇവിടെ നമ്മൾ ഐസ് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഒരു സ്ലീപ്പിംഗ് ഐ ആണ് നമ്മൾ ചെയ്യുന്നത്. അതിന് ശേഷം നമുക്ക് നോസ് ചെയ്ത് കൊടുക്കാം. നോസിന് നമ്മൾ നോസ് നമ്മളൊരു ട്രയാങ്കിൾ ഷേപ്പിൽ തുന്നിയെടുത്തതിന് ശേഷം ബാലൻസ് വരുന്നതാണ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ 2 യാണും നമുക്ക് സ്റ്റാർട്ടിങ്ങിലെടുത്ത യാണും ഈ യാണും കൂടി ഒന്നിച്ച് പിടിച്ചിട്ട് കെട്ടി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മൾ ക്ലോസ് ചെയ്യാത്തതുകൊണ്ട് യാൺസൊക്കെ പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇയേഴ്സും അതുപോലെ നോസും ഐസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഹെയർ ചെയ്തെടുക്കാം. ലയൻ്റെ ഹെയറാണ് ലയനിൽ മെയിൻ പാർട്ടായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ലയൻ്റെ ഹെയർ ചെയ്യാനായിട്ട് ചെവിയുടെ ബാക്ക് സൈഡിലേക്ക് ആക്കിയിട്ട് നമുക്കൊരു സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ ഈ ഒരു ഇതിൽ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോർ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. അപ്പോൾ നമ്മൾ ഹുക്കിൽ വീണ്ടും അടുത്ത ഈ ഒരു ഇതിൻ്റെ ഉള്ളിലേക്ക് സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് എടുത്തിട്ട് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
ഇനി റൗണ്ടിലാണ് നമ്മൾ ചുറ്റിലും നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഓരോ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി എടുക്കുക, ഓരോ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അടുത്ത സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി അങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ചുറ്റിലും നമുക്കിങ്ങനെ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇയേഴ്സിൻ്റെ ബാക്കിലേക്ക് ആക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഈ സ്ലീവ് സ്റ്റിച്ചിലാണ് നമ്മൾ ഇനി ഹെയർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ചുറ്റിലും നമുക്കിങ്ങനെ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ബ്രൗൺ കളർ 4 പ്ലേ ആണ് എന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം 4 പ്ലേ ആണ് ആയതുകൊണ്ട് 2.5 mm ഹുക്ക് സെറ്റും യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചുറ്റിലും നമുക്കിങ്ങനെ ഇയേഴ്സിൻ്റെ ബാക്കിലായിട്ട് ഓരോ സ്ലീവ് സ്റ്റിച്ച് ഇങ്ങനെ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് എടുത്തിട്ട് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു റൗണ്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആ ഒരു താഴെ ഭാഗം ക്ലോസ് ചെയ്യാനുണ്ട്. അപ്പോൾ എനിക്കത് മറന്നു പോയിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ക്ലോസ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യം ക്ലോസ് ചെയ്തിട്ട് ഹെയർ അറ്റാച്ച് ചെയ്ത് കൊടുത്താലും മതി. അതല്ല ക്ലോസ് ചെയ്യാതെ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ശരിക്കും നമുക്ക് ഫസ്റ്റ് ആ ഒരു റൗണ്ട് ക്ലോസ് ചെയ്തിട്ട് വേണം ഈ ഒരു ഹെയറിൻ്റെ ഭാഗം അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ. ഇങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല. പക്ഷേ എനിക്കത് മറന്നു പോയതാണ്, ഞാനത് വിട്ടു പോയതാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ ചെയിനിലും ഓരോ സ്ലിപ്പ് സ്റ്റിച്ച് എന്നുള്ളതിൽ ചുറ്റിലും ചെയ്യണം. അപ്പോൾ ചുറ്റിലും ചെയ്യാൻ നമ്മളവിടെ ആ ഒരു തുന്നാനുള്ള അടിഭാഗം തുന്നിയിട്ടില്ലല്ലോ, നമ്മൾ ജോയിൻ ചെയ്തിട്ടില്ലല്ലോ. ആ ഒരു ഭാഗം ജോയിൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ഭാഗം ജോയിൻ ചെയ്യാം. ഇങ്ങനെ ചുറ്റിലും ഓരോ ചെയിനിലും ഓരോ സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ഇനി നമുക്ക് ആ ഒരു ഭാഗം ക്ലോസ് ചെയ്യണം. ഈ ഒരു ഭാഗം ക്ലോസ് ചെയ്യണം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഭാഗം ക്ലോസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി എളുപ്പമാവും. അപ്പോൾ ഞാനിവിടെ നീഡിൽ ഇതിലേക്ക് ഒന്ന് കോർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രണ്ട് ലൂപ്പാണ്. നീഡിൽ ഇട്ടതിന് ശേഷം നമുക്ക് എല്ലാ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഫ്രണ്ട് ലൂപ്പ് കൂടി ഹുക്ക് നീഡിൽ എടുക്കുക, നടുവിന് വലിച്ചു കൊടുക്കുക. അടുത്ത സ്റ്റിച്ചിലും ഫ്രണ്ട് ലൂപ്പിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, അല്ല നീഡിൽ വെക്കുക. എന്നിട്ട് ഇങ്ങനെ നീഡിൽ പുറത്തേക്ക് വലിച്ചു കൊടുക്കുക. തേർഡ് വണ്ണിലും അങ്ങനെ ചെയ്യുക. ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യണേ. ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് നീഡിലിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കാൻ. അങ്ങനെ എല്ലാ സ്റ്റിച്ചിലും നമ്മൾ ചുറ്റിലും ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക. ഇനി അതിന് ശേഷം ചുറ്റിലും ചെയ്തതിന് ശേഷം നമുക്ക് ആ യാണൊന്നിങ്ങനെ വലിക്കുമ്പോൾ ഈ ഭാഗം ക്ലോസ് ആയി കിട്ടും. കേട്ടോ, നമ്മൾ ഇത് ക്ലോസ് ആയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ്. പക്ഷേ ഞാനത് നമുക്ക് കുറേ യാൺസൊക്കെ ഇയേഴ്സിൻ്റെയും നോസിൻ്റെയും ഒക്കെ യാൺസ് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇടാൻ വേണ്ടിയിട്ടാണ് ഞാനത് ക്ലോസ് ചെയ്യാതെ വെച്ചത്. അതിന് ശേഷം നമുക്കിത് ക്ലോസ് ചെയ്യാം. ഒരു ചെയിൻ 1 ചെയ്യുക, എന്നിട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പിന്നെ അത് ഇങ്ങനെ ഉള്ളോട്ട് എടുത്തിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വലിച്ചിട്ട് ബാക്കി വരുന്ന യാണ് നമുക്ക് കട്ട് ചെയ്തിട്ട് റിമൂവ് ചെയ്യാം. ഇനി ഈ ഒരു ഭാഗത്ത് യാണ് വലിച്ചിട്ട് ആ ഒരു യാണ് നമുക്ക് ഉള്ളിലേക്ക് ഹൈഡാക്കി കൊടുക്കാം. നമുക്ക് നേരത്തെ ചെയ്ത വർക്ക് കണ്ടിന്യൂ ചെയ്യുക. ചുറ്റിലും സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറന്നു പോയതാണ്. ഇനി നമുക്കിത് ചുറ്റിലും ഇങ്ങനെ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
നമ്മളിങ്ങനെ ചുറ്റിലും സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ഫസ്റ്റ് ചെയ്ത ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിലേക്ക് ഈ സ്ലീപ്പ് സ്റ്റിച്ചിലേക്ക് ഒരു സ്ലീപ്പ് സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിലേക്കും സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ റൗണ്ട് ഫുൾ നമ്മൾ റൗണ്ടിൽ ഇങ്ങനെ ചുറ്റിലും നമ്മൾ സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതിലാണ് ഇനി നമ്മൾ ഹെയർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ചെയിൻ 2 ചെയ്യുക. 1 2 ചെയിൻ 2 ചെയ്യുക. സെയിം തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 സെയിം തന്നെ ഒന്നും കൂടി ചെയ്യുക. 2. ഇനി നമ്മൾ എല്ലാ ചെയിനിലും 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കുക. എല്ലാ സ്ലീപ്പ് സ്റ്റിച്ചിലും ഓരോ നമുക്കിങ്ങനെ സ്ലീപ്പ് സ്റ്റിച്ച് ഇട്ടത് നമുക്ക് ഈ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാനാണ്. അപ്പോൾ ഓരോ സ്റ്റിച്ചിലും 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കുക. ചുറ്റിലും ഓരോ സ്റ്റിച്ച് എടുക്കുക. എന്നിട്ട് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എല്ലാ ചെയിനിലും രണ്ടെണ്ണം വീതം ചെയ്യണം, മറന്നു പോകരുത്. ഗ്രീസിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ചെയിനിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ചുറ്റിലും സ്ലീപ്പ് സ്റ്റിച്ചിൽ ഓരോ സ്ലീപ്പ് സ്റ്റിച്ചിലും 2 ഡബിൾ ക്രോഷ്യ എന്നുള്ള വീതം ചുറ്റിലും ചെയ്തിട്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ചെയ്ത 2 ചെയിനിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സെക്കൻഡ് റൗണ്ടിൽ ചെയിൻ 3 ചെയ്യുക. ഇതിലും നേരത്തെ ചെയ്തതുപോലെ തന്നെ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. എല്ലാ ചെയിനിലും 2 വീതം ചുറ്റിലും ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് സ്റ്റിച്ചിലും 2 ചെയ്ത് കൊടുക്കുക. ഒരു സ്റ്റിച്ച് തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. തേർഡ് വണ്ണിലും ഒരു സ്റ്റിച്ച് തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഫോർത്ത് വണ്ണിലും അങ്ങനെ ചുറ്റിലും നമുക്ക് ഓരോ ചെയിനിലും 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്ത് കമൻറ്റ് ഉണ്ടെങ്കിലും നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പാളിച്ചകളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലൂടെ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. ഒന്നുമില്ലെങ്കിൽ നിങ്ങളൊരു ഹാർട്ടെങ്കിലും ഇട്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ഓരോ ലൈക്കും വിലപ്പെട്ടതാണ്. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ ഫ്രണ്ട്സേക്കോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഇങ്ങനെ ക്രോഷ്യ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അതെല്ലാം ഈ യൂട്യൂബ് നോക്കി പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെയും നമ്മൾ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്, യൂട്യൂബിലും ഇട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ അയച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ എല്ലാ ചെയിനിലും 2 വീതം ചെയ്ത് ചുറ്റിലും ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ചെയ്ത 3 ചെയിനിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. യാണ് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ യാണ് ഇങ്ങനെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും കൊടുത്തിട്ട് അതുപോലെ നമ്മൾ ഫസ്റ്റ് ടൈലൻ്റ് എടുത്തിട്ടുള്ള ഈ ആണുണ്ടല്ലോ, ഈ ആണും ഇതുപോലെ നമുക്ക് ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ എടുത്തു കൊടുക്കാം. എന്നിട്ട് ഈ 2 ആണും തമ്മിൽ നമുക്കൊന്ന്
കൂട്ടിക്കെട്ടി കൊടുക്കാം. ശേഷം ഈ ആണ് കട്ട് ചെയ്ത് മാറ്റും. അപ്പോൾ നമ്മൾ ലയണിൻ്റെ ഹെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്ലീപ്പിംഗ് ഹെഡാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നീ കണ്ണ് വെച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കണ്ണ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇങ്ങനെയാണ് ഉണ്ടാവുക. ബാക്ക് സൈഡ് ഇങ്ങനെ ഉണ്ടാവും. നമുക്കിതിൻ്റെ ഒരു റിംഗ് റാറ്റിൽ പിടിപ്പിക്കുക. അതല്ല ഇത് വേണമെങ്കിൽ ബോഡി വെച്ചിട്ട് അറ്റാച്ച് ചെയ്യണമെങ്കിലും അങ്ങനെയും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ്.